നിങ്ങൾ തന്ന നമ്പറിലുള്ള ബൈക്കിന്റെ ഓണറിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. നോട്ട് ചെയ്തോളൂ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. വെൽക്കം. സേവ് ചെയ്തല്ലോ. താങ്ക് യു സർ. അനീഷേട്ടാ, നമുക്കിപ്പോൾ തന്നെ ഈ അഡ്രസ്സിലെത്തണം. വാ നോക്കാം. ഇറങ്ങി നമുക്കിവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ബ്രോ, ഈ അഡ്രസ് ഇതിലെ ആളെ അറിയോ? അറിയില്ല. നിങ്ങൾ ആ കടയിലൊന്ന് ചോദിച്ചു നോക്കി. അവിടെയോ? ആ കടയിൽ. വാ. ചേട്ടാ, ഈ അഡ്രസ്സിലുള്ള ആളെ അറിയോ? അയ്യോ അറിയില്ല കേട്ടോ. അതാ മെഡിക്കൽ സ്റ്റോറിലൊന്ന് ചോദിച്ചോ, അവർക്കറിയാം. അവിടെയോ? ആ ശരി ചേട്ടാ. വാ. ചേട്ടാ, ഈ അഡ്രസ്സിലുള്ള ആളെ അറിയോ? ആ, ഇത് നമ്മുടെ ചന്ദ്രൻ, സിലോൺ ചന്ദ്രൻ. ഇവന്റെ വീട് ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ നേരെ ചെല്ലുമ്പോ ഇടതുവശത്തൊരു വായനശാല കാണും. വായനശാല കഴിഞ്ഞാൽ തൊട്ടടുത്ത ചന്ദ്രന്റെ വീട്. ഓ, അല്ല, എന്താ കാര്യം? ഒന്നുമില്ല ചേട്ടാ, താങ്ക് യു. ആ ശരി. അപ്പോൾ ഇത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ആ ശരി. അനീഷേട്ടാ, ചന്ദ്രൻ ചേട്ടനാണോ? അതെ. ചേട്ടാ, ഈ നമ്പറിലുള്ള ബൈക്ക് ചേട്ടൻ്റെ ആണോ? ആ അതെ. ആ വണ്ടി ഇപ്പോൾ എവിടെ ഉണ്ട്? അതിപ്പോ എൻ്റെ കയ്യിലില്ല. 6-7 വർഷം മുമ്പ് ഞാൻ അത് വേറൊരാൾക്ക് വിറ്റു. അല്ല ചേട്ടാ, ആ ബൈക്ക് ആർക്കാ വിറ്റത്? അയാളുടെ കോണ്ടാക്ട് നമ്പർ വല്ലതും ഉണ്ടോ? വണ്ടി വിറ്റിട്ട് കൊല്ലങ്ങളായില്ലേ, അതുകൊണ്ട് എനിക്ക് അയാളുടെ പേരും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അല്ല, അയാളുടെ ബാങ്ക് ഡീറ്റെയിൽസ് വല്ലതും അറിയാൻ പറ്റുമോ? ഞാൻ എന്തിനാ അതൊക്കെ അറിയണം? എനിക്ക് അയാള് വണ്ടിയുടെ വില ക്യാഷായിട്ടാ തന്നത്. അല്ല, നിങ്ങളാരാ? നിങ്ങളിതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? നിങ്ങൾ എന്തിനാ ബൈക്കിന്റെ പിന്നാലെ അന്വേഷിച്ചു വരുന്നേ? അതെ, ആ ബൈക്ക് ഞങ്ങളുടെ കാറിലിടിച്ച് കേടുവരുത്തിയിട്ട് നിർത്താതെ പോയി. അല്ല, അപ്പം അങ്ങനെ വിടാൻ പറ്റുമോ? അതിന് നിങ്ങൾ എന്തിനാ മെനക്കിടുന്നേ? പോലീസിനെ അറിയിച്ചാൽ പോരായിരുന്നോ? ഓ, പോലീസിനൊക്കെ എന്തിനാ ഇതിനകത്തേക്ക് വലിച്ചയക്കുന്നേ? ഇത് ഞങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അല്ല ചേട്ടാ, ആ ബൈക്ക് വാങ്ങിയ ആളെ കാണാൻ എങ്ങനെ ഉണ്ടാവും? നല്ല പൊക്കമുള്ള, മുടി നീട്ടി വളർത്തി താടി വെച്ച ഒരാളാണോ, അതോ ഇത്തിരി തടിച്ച് കറുത്ത ഒരാളാണോ? ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നടന്നിട്ട് വർഷങ്ങളായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ബൈക്ക് വാങ്ങിയ ആളിന്റെ പേര് പോലും ഓർമ്മയില്ല, പിന്നെ രൂപം ഓർത്തിരിക്കുന്നേ. നിങ്ങൾ അയാളെക്കുറിച്ച് എന്നോട് അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ സമയം പാഴാക്കാതെ പോകാൻ നോക്കാം. ഓ, അപ്പൊ അറിഞ്ഞിട്ടും ചേട്ടാ അറിയാത്ത പോലെ നടിക്കുകയല്ലേ? എന്താടാ, നിനക്ക് എന്താ വേണ്ടേ? അനീഷേട്ടാ, വാ, പോ, നമുക്ക് പോവാം. ആ പോ. എന്നോട് വെറുതെ മെക്കിട്ട് കയറുന്നാലേ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. ഓടാ. ആന്റി, ആ, മോള് വീട്ടിൽ പോയിട്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? എന്തിനാ ഇപ്പൊ തിടുക്കപ്പെട്ട് തിരികെ വന്നത്? ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഒരു കാര്യം അറിഞ്ഞു. അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ വേഗം മടങ്ങി പോകുന്നത്. എന്തായിരുന്നു കാര്യം? വീട്ടിൽ ചെന്നപ്പോ ഞാൻ അനീഷേട്ടനെ കണ്ടു. അനീഷേട്ടനും ദേവിക ചേച്ചിയും നേർച്ച നടത്താനായി ക്ഷേത്രത്തിലേക്ക് പോയപ്പോ അവിടെ വെച്ച് 2 ഗുണ്ടകളെ കണ്ടത്ര. ആ ഗുണ്ടകള് സിദ്ധുവേട്ടന്റെ അപകടത്തെ കുറിച്ച് സംസാരിച്ചത്. അത് കേട്ടപ്പോ ദേവിക ചേച്ചിക്ക് അവരിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ട് അനീഷേട്ടനോട് അവരെ പിന്തുടരാൻ പറഞ്ഞു. അനീഷേട്ടൻ അവരെ ഫോളോ ചെയ്ത് പോയെങ്കിലും ചേട്ടന് അവരെ കുറിച്ച് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല. എന്തായാലും സിദ്ധുവേട്ടന്റെ അപകടത്തിന് പിന്നില് ഒരു ചതിയുണ്ടെന്ന് അനീഷേട്ടനും ദേവിക ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. അവരിപ്പോ ആ ആക്സിഡന്റിന്റെ പിന്നിലെ ക്രിമിനൽസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നേരിട്ട് അന്വേഷിക്കാൻ പോവാ.
ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഗുണ്ടകൾ സഞ്ചരിച്ച ബൈക്കിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടി അനീഷേട്ടൻ RT ഓഫീസിലേക്ക് പോവായിരുന്നു. അതുകൊണ്ട് അനീഷേട്ടൻ കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷേ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം മുത്തശ്ശനോട് ചോദിച്ച് മനസ്സിലാക്കി. ദേവിക ചേച്ചി അനീഷേട്ടനും കുറ്റവാളിയെ കണ്ടുപിടിച്ച് അടങ്ങുന്നുള്ള വാശിയില്ല. മോളെ അത് മായ, ആ പോലീസ് അന്വേഷിച്ചിട്ട് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനാകാത്ത അപകടമായിരുന്നു അത്. ആ ആക്സിഡന്റിനെ കുറിച്ചാ അനീഷും ദേവിയും ചേർന്ന് അന്വേഷിക്കാൻ പോകുന്നത്. അവരന്വേഷിക്കട്ടെ, അവരുടെ കഴിവിന്റെ പരമാവധി അവരന്വേഷിക്കട്ടെ. നമ്മൾ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. വലിയ CBI ഓഫീസറാന്നാ ദേവിക ചേച്ചിയുടെ ഭാവം. ദേവിക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ മോളെ. മോളുടെ കാര്യം നോക്കും. ചെല്ലു. ഇനി ചേച്ചെങ്ങാനും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കോ? എവിടുന്ന് കണ്ടുപിടിക്കാനാ? മോൾ ഇതേക്കുറിച്ച് ചിന്തിച്ച് വെറുതെ സമയം പാഴാക്കാൻ നിൽക്കണ്ട. മോൾ ചെല്ലു. ശരി. നീ എന്താ അവളോട് ചോദിക്കാൻ പോയത്? ദേവികയുടെ അന്വേഷണത്തെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അഞ്ജലിയിൽ നിന്ന് അറിയാൻ പറ്റുമെന്ന് നോക്കിയതാ. ഓ, നീ മണ്ടത്തരമാ കാണിക്കാൻ ഒരുങ്ങിയത്. എടി, അഞ്ചിത് അത്ര പൊട്ടിയൊന്നുമല്ല. നമ്മളിപ്പോ ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ച അഞ്ചിതയ്ക്ക് ചിലപ്പോ നമ്മളിൽ സംശയം തോന്നാൻ ഇടയുണ്ട്. അതുകൊണ്ടാ ഞാൻ നിന്നെ തടഞ്ഞത്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ആർക്കും ഒരു സംശയവും നമ്മളിൽ തോന്നാൻ ഇട കൊടുക്കരുത്. ജീവൻ മരണ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. അത് നല്ല ഓർമ്മ വേണം. സോറി ഹരിയേട്ടാ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ദേവിക അനീഷും അന്വേഷിക്കട്ടെ. ആ അന്വേഷണം ഒരിക്കലും നമ്മളിലെത്തില്ല. അത് ഞാൻ നോക്കിക്കോളാം. ആരാ ഹരിയേട്ടാ? ഇതാ ചന്ദ്രന, ഗുണ്ടകളുടെ നേതാവ്. ഓ, ഇനിയിപ്പോ പുതിയ ഏടാവിടെ ഒപ്പിച്ചിട്ടാവോ വിളിക്കുന്നത്? അറ്റൻഡ് ചെയ്യേ. ഹലോ, താൻ എന്തിനോട് എന്നെ വിളിക്കുന്നേ? അനാവശ്യമായി എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? സാറേ, ഞാൻ സാറിനെ വെറുതെ ഒന്നുമല്ല വിളിക്കുന്നത്. സാറിനോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വിളിക്കില്ലല്ലോ. എന്ത് കാര്യം? സാറേ, കുറച്ചു മുമ്പ് ഇവിടെ ഒരു ചെറുപ്പക്കാരനും കൂടെ ഒരു പെൺകുട്ടിയും വന്നിരുന്നു. അവരെൻ്റെ ബൈക്കിനെക്കുറിച്ചും അതിൽ യാത്ര ചെയ്തിരുന്ന എൻ്റെ പയ്യന്മാരെക്കുറിച്ചും അന്വേഷിക്കാൻ വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് ഞാൻ സാറിനെ വിളിച്ചത്. എന്നിട്ട് ആ പെണ്ണിനെ കണ്ടിട്ട് അവളത്ര നിസ്സാരക്കാരിയാണെന്ന് തോന്നുന്നില്ല. അത്യാവശ്യത്തിനുള്ള വിവരവും എന്തിനു പോകുന്ന ധൈര്യമൊക്കെ അവർക്കുണ്ട്. ബൈക്കിൻ്റെ നമ്പർ വെച്ചാ അവരെൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചത്. അവര് വേറെന്തൊക്കെ ചോദിച്ചു? ബൈക്ക് എൻ്റേതാണെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ബുദ്ധിപൂർവ്വം കള്ളം പറഞ്ഞു. 6-7 വർഷം മുമ്പ് ആ ബൈക്ക് ഞാൻ വേറൊരാൾക്ക് വിറ്റതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ആർക്കാണ് വിറ്റതെന്ന് അവർക്കറിയണം. വർഷങ്ങളായില്ലേ, അതുകൊണ്ട് വാങ്ങിയ ആളിൻ്റെ പേരോ മുഖമോ ഒന്നും ഓർമ്മയില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ ബൈക്ക് വാങ്ങിയ ആളിൻ്റെ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. അതൊന്നും എൻ്റെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ വാങ്ങിയ ആളിൻ്റെ രൂപം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ ഞാൻ കൈയൊഴിഞ്ഞു. എന്നിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു മറുപടിയും കിട്ടില്ലെന്ന് ബോധ്യമായപ്പോൾ അവർ തിരികെ പോയി. പക്ഷെ ഞാൻ പറഞ്ഞൊന്നും അവർ വിശ്വസിച്ച മട്ടില്ല. അതുകൊണ്ട് സാർ അവരെ ഒന്ന് സൂക്ഷിക്കണം. എല്ലാത്തിനും കാരണം നിന്റെ ആളുകളാ. ആ വിവരദോഷികൾ ക്ഷേത്രത്തിൽ വെച്ച് മുന്നും പിന്നും നോക്കാതെ ഓരോന്നും സംസാരിച്ചതിന്റെ ഫലമാ ഇപ്പൊ ഈ കാണുന്നതൊക്കെ. ഒരു കാര്യം ഞാൻ പറയാം, എല്ലാം നിങ്ങളിൽ തീരണം. നിങ്ങളെ മറികടന്ന് അവരുടെ അന്വേഷണം എന്റെ മേൽ തിരിയരുത്. അത് നിങ്ങളായിട്ട് ഉണ്ടാക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഹരിദാസിന് പിന്നീട് ഒന്നും നോക്കാനുണ്ടാവില്ല. ഓർത്തോ? ഇല്ല സാറേ, ചാകേണ്ടി വന്നാലും ഞങ്ങൾ ആരും ഒരിക്കലും സാറിൻ്റെ പേര് പറയില്ല. ഞങ്ങൾ കാരണം സാറിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സാറ് വിളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിനെ വിളിച്ചൊരു മുന്നറിയിപ്പ് തന്നത്. സാർ ധൈര്യമായിട്ടിരി. സാറിന് ഞങ്ങളെ വിശ്വസിക്കാം. ശരി, താൻ ഫോൺ വെച്ചു. ദേവിക അനീഷും കൂടി അന്വേഷിച്ച് ചന്ദ്രന്റെ അടുത്ത് എത്തിയിരുന്നു. അവളുടെ അന്വേഷണം ആപത്താ. നമ്മളിനി എന്ത് ചെയ്യും ഹരിയേട്ടാ? ദേവിക അന്വേഷണവുമായി മുന്നോട്ട് പോകരുത്. അവൾ അങ്ങനെ അന്വേഷണം തുടരാതിരിക്കണമെങ്കിൽ
ആദ്യം അവളെ ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. പുറത്തിറങ്ങിയാൽ മാത്രമല്ലേ അവൾ ഈ അന്വേഷണമായി മുന്നോട്ട് പോവുകയുള്ളൂ. അവൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങാതിരിക്കാനുള്ള മാർഗം കണ്ടെത്തണം. മുത്തശ്ശിയോട് മഹിയങ്ങൾ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുമെന്ന് ഞാനൊരിക്കലും കരുതിയില്ല. അതും ആ ദേവിക ചേച്ചിക്ക് വേണ്ടി. ഛേ, ഈ മഹിയങ്ങളിൽ ഇത് എന്തു പറ്റി? മഹിയങ്ങളുടെ ഈ മാറ്റം എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അഞ്ജിത പറഞ്ഞത് ശരിയാണ്. എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയിട്ടേ കൊല്ലം 10-27 കഴിഞ്ഞു. അന്ന് മുതൽ മഹിയേട്ടനെ ഞാൻ കാണുന്നതാ. എന്റെ കണ്ണിൽ ഇന്ന് വരെ മഹിയേട്ടൻ അമ്മയെ എതിർത്ത് സംസാരിക്കുന്ന ഒന്നും ഞാൻ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മഹിയേട്ടൻ എന്ന് വെച്ച ജീവനായിരുന്നു. ദേ, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. സത്യത്തിൽ അമ്മയ്ക്ക് ഹരിയേട്ടനേക്കാൾ സ്നേഹം മഹിയേട്ടനോടായിരുന്നു. ഇവിടെ എന്ത് കാര്യവും മഹിയേട്ടനോട് ചോദിച്ചിട്ടേ അമ്മ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അമ്മ ഒരു പ്രത്യേക പരിഗണന കൊടുത്തിരുന്ന ആളാ ഇന്ന് ആ ദേവിയേക്ക് വേണ്ടി അമ്മയെ ശാസിച്ചത്. അതും എല്ലാവരുടെ മുന്നിൽ വെച്ച്. എന്തായാലും മഹിയേട്ടന്റെ ആ പെരുമാറ്റം വളരെ മോശമായിപ്പോയി. ദേവികയ്ക്ക് വേണ്ടി സകലരുടെ മുന്നിൽ വെച്ച് മഹിയേട്ടൻ അമ്മയെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞ മഹിയേട്ടനല്ല കുറ്റപ്പെടുത്തേണ്ടത്, ആ ദേവികയെ. പാവ മഹിയേട്ടൻ അവളുടെ മായാവലയത്തിൽ വീണുപോയതാ. അവള് വെറും സാധുവാണെന്നായിരിക്കും മഹിയേട്ടൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ദേവിക പഠിച്ച കള്ളിയാണെന്ന് ഞാൻ പറയും. അതുകൊണ്ടാണല്ലോ അവളിപ്പം ബുദ്ധിപൂർവം ഓഫീസിൽ കയറി പറ്റിയത്. അവസരം മുതലെടുത്ത് അവൾ അവളുടെ ഐഡിയാസ് എല്ലാം വർക്കൗട്ട് ചെയ്തു. ചേട്ടൻ അവളോട് മതിപ്പ് കൂടി. ഉടൻ തന്നെ ഓഫീസിന്റെ ചുമതല അവളെ എങ്ങി ഏൽപ്പിച്ചു. അതാണിപ്പോ കുഴപ്പമായത്. വീട്ടിലെ ഓഫീസിലെ അധികാരങ്ങള് അളവിൽ കവിഞ്ഞ രീതിയിൽ ദേവിയയ്ക്ക് കൊടുത്തതിന്റെ പ്രശ്നങ്ങളാ ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ടാ അവൾ അമ്മയെ പോലും ബഹുമാനിക്കാത്തത്. അമ്മയെ ബഹുമാനിച്ചിരുന്നെങ്കിലേ ചേട്ടനെ കൊണ്ട് അമ്മയെ ശാസിക്കുന്ന രീതിയില് കാര്യങ്ങളെത്തില്ലായിരുന്നല്ലോ. ദേവിക ചേച്ചി ഇങ്ങനെ വിട്ട പറ്റില്ല മുത്തശ്ശി. മുത്തശ്ശിയെ വിഷമിപ്പിച്ച അവരുടെ കൊമ്പൊടിക്കണം. അവളുടെ കൊമ്പടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. ഓഫീസിൽ അവളെ പ്രവേശിപ്പിക്കുകയും ചെയ്യരുത്. അവൾ ഈ വീട്ടിൽ ഇതിനകത്ത് നമ്മൾ പറയുന്നതനുസരിച്ച് അടങ്ങി ഒതുങ്ങി കഴിയണം. അവളെ ആ രീതിയിൽ നമ്മളങ്ങ് ഒതുക്കണം. പുറത്തിറങ്ങിയ അവൾ വീണ്ടും വീണ്ടും ചിറക് വച്ചങ്ങ് പറക്കും. പിന്നെ നമുക്കാർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഉയരത്തിലേക്ക് അവൾ എത്തിച്ചേരും. അതിനുള്ള സാമർഥ്യം അവൾക്കുണ്ട്. അങ്ങനെ അതിരില്ലാതെ അവളെ വളരാൻ വിട്ടാൽ പിന്നെ അമ്മയും പൊന്നാരൻ തോട്ടത്തിലെ സകലരും അവളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ബുദ്ധിപൂർവം നമ്മൾ അവളെ ഇതിനകത്ത് തളച്ചിടണം. മായ പറഞ്ഞതാണ് ശരി. അവള് ഈ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല. പോകരുത്. അവള് ഈ മതിൽക്കെട്ടിന് പുറത്ത് കടക്കാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം. സൂക്ഷിച്ചേ. പതുക്കെ.
നീ സിദ്ധുവിനെ കൊണ്ട് എവിടേക്ക് പോന്നു? കുട്ടനെ പാർക്കിൽ പോയി കളിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുട്ടനെ ഇവിടെ അടുത്തുള്ള പാർക്കിലേക്ക് കൊണ്ടുപോവാ. പാർക്കിൽ പോയി കളിച്ചാ കുട്ടന് വലിയ സന്തോഷാവും. പാർക്കിൽ പോയി കളിക്കണമെന്ന് കുട്ട നിന്നോട് പറഞ്ഞു? പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ കുട്ടനെയും കൊണ്ട് പോകുന്നത്. നീ കള്ളം പറയുക. പാർക്കിൽ പോകണമെന്നൊന്നും കുട്ടൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അവൻ അങ്ങനെ ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേ നിന്റെ ആവശ്യം. നിനക്കെപ്പോഴും പുറത്തിറങ്ങി കറങ്ങണം, സർക്കിട്ട് നടത്തണം. അതിനുവേണ്ടി നീ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നു. മുത്തശ്ശി ഒരിക്കലും ഇല്ല. എനിക്കങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കറങ്ങേണ്ട ഒരു ആവശ്യവും ഇല്ല. എനിക്കേ നീ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഇനി ഏതായാലും ശരി, കുട്ടനെയും കൊണ്ട് നിനക്കിവിടെ ഒന്ന് പുറത്തു പോകാൻ പറ്റില്ല. നീ എന്നൊക്കെ എന്റെ കൊച്ചിനെയും കൊണ്ട് പുറത്തു പോയോ അന്നൊക്കെ ഇവരെന്തെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ദൈവാനുഗ്രഹത്താൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപ്പെടും. ഇനിയിപ്പോ ആ റിസ്ക് എടുക്കാൻ പറ്റില്ല. മുത്തശ്ശി, എനിക്ക് പാർക്കിൽ പോണം മുത്തശ്ശി. അതൊന്നും വേണ്ട. നീ ഇന്നേ എവിടെയും പോകുന്നില്ല. പാർക്ക് ബീച്ച് എന്നൊക്കെ പറഞ്ഞ് ഇവള് നിന്നെ മയക്കി വെച്ചിരിക്കേ. മുത്തശ്ശി, മുത്തശ്ശി ചുമ്മാ മലയെ കുറ്റപ്പെടുത്താണേ. വെറുതെ അല്ല ഞാൻ ഇവളെ വഴക്കു പറയുന്നത്. അനുസരണയും മര്യാദയും ഇല്ലാത്തവളാ ഇവള്. അല്ല, അതെങ്ങനെ ഉണ്ടാവും? അമ്മമാർ പഠിപ്പിക്കുന്നത് പോലെയല്ലേ മക്കള് വളരൂ. ഇവളെ ഇവളുടെ അമ്മ നല്ലതൊന്നും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാ ഇവള് ധിക്കാരി അഹങ്കാരിയായി മാറിയത്. എനിക്ക് പാർക്കിൽ പോണം. എന്താ എന്താ ഇവിടെ പ്രശ്നം? അമ്മ എന്തിനാ ദേവിക വഴക്ക് പറയുന്നേ? ഇവക്കെ സിദ്ധുവിനെയും കൊണ്ട് പാർക്കിൽ പോയി കറങ്ങണമെന്ന്. അതിനെന്താ, ഇവര് പാർക്കിൽ പോയിട്ട് വരട്ടെ. പാർക്കിൽ പോകുന്ന സിദ്ധുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമല്ലേ. ജാനകി, സിദ്ധുവിന്റെ കാര്യത്തില് ദേവികയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന് കരുതി നീയും അതുപോലെ ആവരുത്. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ദേവിക സിദ്ധുവിനെയും കൊണ്ട് പുറത്തു പോയ എല്ലാ ദിവസവും സിദ്ധുവിന് എന്തെങ്കിലും തരത്തിൽ ആപത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തലനാരിഴയ്ക്കാ ഇവൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് സിദ്ധുവിനെയും കൊണ്ട് ഇവള് പുറത്തു പോകുന്നത് ഇനി അനുവദിക്കാൻ പറ്റില്ല. സിദ്ധുവിന്റെ കാര്യത്തിൽ അത്രമാത്രം ടെൻഷൻ എനിക്കുണ്ട്. അത് ഇവള് മനസ്സിലാക്കിയില്ലെങ്കിലും നീയെങ്കിലും മനസ്സിലാക്കണം. ഇവളുടെ അശ്രദ്ധ കാരണം സിദ്ധുവിന് എന്തെങ്കിലും പറ്റിയ എന്ത് ചെയ്യും ജാനകി? ഞാൻ പറഞ്ഞത് തന്നെയാ. സിദ്ധുവിനെയും കൊണ്ട് ദേവികയ്ക്ക് പുറത്തു പോകാൻ പറ്റില്ല. എനിക്ക് പുറത്ത് പോണം. എനിക്ക് പുറത്ത് പോകണം. അമ്മ മുത്തശ്ശിയോട് പറ, എനിക്ക് പുറത്ത് പോണെന്ന് പറ. നിക്കടാ അമ്മേ, വേണ്ട മാഡത്തേക്ക് വേണ്ട. കുട്ടനെ പുറത്തേക്ക് കൊണ്ടുപോകണ്ട. മുത്തശ്ശി പറഞ്ഞതാ ശരി. മുത്തശ്ശി അനുസരിക്കുന്നത് തന്നെയാ നല്ലത്. മുത്തശ്ശി പറയുന്ന കേട്ട് ഞാൻ കുട്ടനോടൊപ്പം വീട്ടിൽ തന്നെ ഇരുന്നോളാം. അതാണ് കുട്ടന്റെ സുരക്ഷയ്ക്ക് നല്ലത്. മുത്തശ്ശി പറഞ്ഞപ്പോഴാണ് ഞാനും ഓർത്തത്. കുട്ടനുമായി പുറത്തുപോയ എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലും അപകടം കുട്ടന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കുട്ടൻ ഇത്തരത്തിലുള്ള ആപത്തുകൾ സംഭവിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. ഞങ്ങൾ പുറത്തേക്ക് പോകുന്നില്ല മാഡം. മുത്തശ്ശി, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. കുട്ടാ കരയില്ലേ, നിർത്ത്. നമ്മളിപ്പോ പാർക്കിൽ പോയാൽ ശരിയാവില്ല. നമുക്ക് പിന്നീട് പാർക്കിൽ പോകാം. ഇപ്പൊ കുട്ടാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നല്ല കുട്ടിയല്ലേ? എനിക്ക് പാർക്കിൽ പോണം, കളിക്കണം. വന്നേ, എനിക്ക് പാർക്കിൽ പോണം. അല്ലാതെ ഞാൻ പറഞ്ഞു കേൾത്തി. ചേച്ചി, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ മാത്രമല്ലേ അന്വേഷണം തുടരാൻ സാധിക്കൂ. എങ്കിലല്ലേ
സിദ്ധുവേട്ടനെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ഗുണ്ടകളെ പിടികൂടാൻ പറ്റൂ? ഇപ്പൊ ഈ വീടിനകത്ത് തന്നെ കുടുങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനി എന്താ ഒരു വഴി? പുറത്തിറങ്ങാൻ സാധിക്കാതിരിക്കുന്ന നമ്മളെ ആര് സഹായിക്കും? ഗോപു, നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ. വല്ലഭന് പൊല്ലു ആയുധമെന്ന് നീ കേട്ടിട്ടില്ലേ? ഇതുപോലെ ഓരോ തടസ്സങ്ങൾ ഉയർന്നു വരുമ്പോഴും ഓരോ പുതിയ മാർഗങ്ങൾ ദൈവം തന്നെ നമുക്ക് കാണിച്ചു തരും. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? സിദ്ധുവിന്റെ ശത്രുക്കളെ തിരക്കി പുറത്തു പോയി അന്വേഷണം തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മൾ ഈ വീടിനുള്ളിൽ ഏതാണ്ട് ബന്ധനത്തിലായി. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ പുറത്തിറങ്ങി ശത്രുക്കളെ അന്വേഷിക്കാൻ പാടില്ല. നമ്മൾ അന്വേഷണം തുടങ്ങിയെന്ന് ശത്രുക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ അവർ നമ്മളെ ബന്ധിച്ചത്. ചേച്ചി പറഞ്ഞത് എനിക്ക് വ്യക്തമായില്ല. ചേച്ചിയോട് പുറത്തു പോവാതെ ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞത് മുത്തശ്ശിയല്ലേ? അപ്പോ ശത്രുക്കൾ അറിഞ്ഞു തടഞ്ഞു എന്നൊക്കെ ചേച്ചി പറഞ്ഞത്? ഗോപു, കുട്ടന്റെ ശത്രുക്കൾ ആരാണെന്ന് ഇപ്പോഴും എനിക്കൊരു ഊഹവുമില്ല. എങ്കിലും ഈ വീട്ടിൽ തന്നെ അടച്ചിരിക്കേണ്ട സ്ഥിതി എനിക്കുണ്ടാക്കിയത് കുട്ടന്റെ ശത്രുക്കൾ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും നമ്മുടെ നീക്കങ്ങൾ ഇപ്പോഴും ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നത്. ചിന്തിക്കുമ്പോ ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ശത്രു ആരായിരിക്കും? അവരെ നമ്മൾ ഈ വീട്ടിനകത്തിരുന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഗോപു, ഇപ്പൊ ലോകം നമ്മുടെ വിരൽത്തുമ്പിലായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് കുട്ടന്റെ ശത്രുക്കളെ കണ്ടെത്താൻ സാധിക്കും.